ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നെയാണ്. ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടോപ്പിക്ക്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ 10 ഒബ്ജക്റ്റീവ്സ് പറഞ്ഞു. ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ്, ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ 10 പോയിൻറ്റുകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് കൺസെപ്റ്റ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഓർ വാട്ട് ഈസ് മീൻ ബൈ ഓർ വാട്ട് ഈസ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. എന്താണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അതിലേക്ക് ക്ലാസ്സിലേക്ക് പോകാം. കൺസെപ്റ്റ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആർ റിട്ടൺ പോളിസി ഡോക്യുമെൻറ്റ്സ് issued by expert accounting body or by government or any other agencies or any other body covering the aspect of recognition, measurement, treatment, presentation and disclosure of accounting transactions in the financial statements. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകളുടെ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ വരുന്ന ഐറ്റംസിൻ്റെ റെക്കഗ്നിഷൻ, മെഷർമെൻറ്റ്, അത് മെഷർ ചെയ്യുക. റെക്കഗ്നീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് റെക്കഗ്നൈസ് ചെയ്യുക? ഇൻകം റിയലൈസ് ചെയ്തു, അസറ്റ് റെക്കഗ്നൈസ് ചെയ്യുക, ലയബിലിറ്റീസ് റെക്കഗ്നൈസ് ചെയ്യുക. അത് എന്ത് ചെയ്യുക? രണ്ടാമത്തെ പോയിൻ്റായിട്ട് മെഷർമെൻറ്റ്, അത് മെഷർ ചെയ്യുക, അത് വാല്യൂ ചെയ്യുക. മെഷർമെൻറ്റ്. ട്രീറ്റ്മെൻറ്റ്, എങ്ങനെ ട്രീറ്റ് ചെയ്യണം അല്ലേ? അസറ്റ് എങ്ങനെ ട്രീറ്റ് ചെയ്യണം, ലയബിലിറ്റി എങ്ങനെ ട്രീറ്റ് ചെയ്യണം, എക്സ്പെൻസ് എങ്ങനെ ട്രീറ്റ് ചെയ്യണം, ഇൻകം എങ്ങനെ ട്രീറ്റ് ചെയ്യണം. പ്രസൻറ്റേഷൻ, അത് എങ്ങനെ പ്രസൻറ്റ് ചെയ്യണം, ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ എങ്ങനെ പ്രസൻറ്റ് ചെയ്യണം. ഡിസ്ക്ലോഷർ, എന്തൊക്കെ കാര്യങ്ങളാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ ഉൾപ്പെടുത്തേണ്ടത്. ഇത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ക്ലാരിഫൈ ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് പോളിസി ഡോക്യുമെൻറ്റ്സ് ആണ്, അല്ലെങ്കിൽ ഒരു റിട്ടൺ പോളിസി ഡോക്യുമെൻ്റ് ആണ് എന്തെന്ന് പറയുന്നത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആർ ദോസ് സ്റ്റാൻഡേർഡ്സ് ദാറ്റ് ഈസ് റിട്ടൺ പോളിസി ഡോക്യുമെൻറ്റ്സ് ഇഷ്യൂഡ് ബൈ എക്സ്പേർട്സ്. അതാര് വേണമെങ്കിൽ ആവാം, നമ്മൾ പറഞ്ഞു experts by covering the aspect of recognition, measurement, treatment, presentation and disclosure of accounting transactions in the financial statements. ഇതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കുട്ടികൾക്ക് വ്യക്തമായിട്ടുണ്ടാവും. ഇനി വ്യക്തമാവാത്തവർക്ക് വേണ്ടിയിട്ട് പറയാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലെ ഓരോ ഐറ്റംസും എങ്ങനെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും, എങ്ങനെ മെഷർ ചെയ്യാൻ സാധിക്കും, അതെങ്ങനെ നമുക്ക് മെഷർമെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത് എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ്സ് ആണ് അതിന് വേണ്ടത്, പ്രസൻറ്റേഷൻ എന്തൊക്കെ പേരിലാണത് പ്രസൻറ്റ് ചെയ്യേണ്ടത്, ഇതിനെന്താണ് ഡിസ്ക്ലോഷർ, അതുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് നമ്മൾ ഡിസ്ക്ലോഷർ അല്ലെങ്കിൽ ഡിസ്ക്ലോസ് ചെയ്യേണ്ടത് ഇൻ ദ കേസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ വരുന്ന ഓരോ ഐറ്റത്തിൻ്റെയും എക്സ്പ്ലനേഷൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ എന്തൊക്കെയാണ് നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യേണ്ടത്, ഇതൊക്കെയാണ് നമ്മൾ അവിടെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. ഇനി പറയുന്നത് an accounting standard is a principle that guides and standardizes the accounting practices. അതിനെ അക്കൗണ്ടിങ് പ്രാക്ടീസിനെ എന്ത് ചെയ്യുക? ഗൈഡ് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ റെഗുലേറ്റ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ്സിനാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. ദി ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്, കുട്ടികൾ കേട്ടിട്ടുണ്ടാവും ഗ്യാപ്പ് അല്ലേ? ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് widely accepted as appropriate to the field of accounting. അത് ഗ്യാപ്പ് നമ്മൾ നേരത്തെ +1 പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇറ്റ് ഈസ് ദ മോസ്റ്റ് അക്സെപ്റ്റബിൾ പ്രിൻസിപ്പിൾസ് ഓഫ് accounting. It is a guideline for financial accounting such as how a firm prepare and presents its business income, expenses, assets and liabilities. അപ്പോൾ ഗ്യാപ്പിൽ പറയുന്നത് ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിലെ വ്യക്തമായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എങ്ങനെയാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നമ്മൾ ഇൻകത്തിനെയും എക്സ്പെൻസസിനെയും അസറ്റിനെയും ലയബിലിറ്റിയൊക്കെ നമ്മൾ കണക്കിലെടുക്കേണ്ടത്, എങ്ങനെയാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിലെ ഇൻകം, എക്സ്പെൻസ്, അസറ്റ്, ലയബിലിറ്റീസൊക്കെ പ്രസൻറ്റ് ചെയ്യേണ്ടത് എന്നാണ് ഗ്യാപ്പിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. അടുത്ത ഹെഡിങ് എന്ന് പറയുന്നത് റോൾ ഓർ ഒബ്ജക്റ്റീവ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. എന്താണ് റോൾ? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൻ്റെ റോൾ എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് സ്റ്റാൻഡേർഡ്സിൻ്റെ? നേരത്തെ നമ്മളൊരു ഒബ്ജക്റ്റീവ്സ് പഠിച്ചു. എന്താണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്? ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സാണ് നേരത്തെ പഠിച്ചത്. ഇപ്പോൾ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ റോൾ ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്?
അല്ലേ? അപ്പോൾ നമുക്ക് ആദ്യം അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? അക്കൗണ്ടിങ് അല്ലെങ്കിൽ എ ലാംഗ്വേജ് ഓഫ് ബിസിനസ് കമ്മ്യൂണിക്കേറ്റ്സ് ദ ഫിനാൻഷ്യൽ റിസൾട്ട്സ് ഓഫ് ആൻ എൻ്റർപ്രൈസ് ടു വേരിയസ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ബൈ മീൻസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ലാംഗ്വേജ് ടു കമ്മ്യൂണിക്കേറ്റ് ദ ഫിനാൻഷ്യൽ ഐറ്റംസ് ഓർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ടു stakeholders like shareholders, customers, creditors, banks, ഗവൺമെൻറ്റ്സ്, എംപ്ലോയീസ്, എക്സെട്ര അല്ലേ? ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ എന്താണ് ബിസിനസ്സിൻ്റെ പൊസിഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു മാധ്യമമാണ്, അല്ലെ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സാണ്, അല്ലെ കമ്മ്യൂണിക്കേഷൻ ലാംഗ്വേജാണ് എന്തെന്ന് പറയുന്നത് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് അതിൻ്റെ ഗുണങ്ങൾ, ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഡീൽ ചെയ്യുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ മെയിനായിട്ടുള്ള എന്തൊക്കെ ഇഷ്യൂസാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഡീൽ ചെയ്യുന്നതെന്ന് നോക്കാം നമുക്ക്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് റെക്കഗ്നിഷൻ ഓഫ് ഇവൻറ്റ്സ് ആൻഡ് ട്രാൻസാക്ഷൻസ് ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിലേക്കുള്ള ഇവൻറ്റ്സും ട്രാൻസാക്ഷൻസൊക്കെ റെക്കഗ്നൈസ് ചെയ്യാം. എന്തൊക്കെ ഐറ്റംസാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിലേക്ക് വേണ്ടി വരുന്നത്, എന്തൊക്കെ ഐറ്റംസാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിലേക്ക് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, റെക്കോർഡ് ചെയ്യേണ്ട ഇവൻറ്റ്സ് എന്തൊക്കെയാണ്, അതിലേക്ക് വരുന്ന ട്രാൻസാക്ഷൻസ് എന്തൊക്കെയാണ്, ഇത് റെക്കഗ്നൈസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കൗണ്ടിങ് ട്രാൻസാക്ഷനായിട്ട് അല്ലെങ്കിൽ അക്കൗണ്ടിങ് കൺസെപ്റ്റുമായിട്ട് മാച്ച് ചെയ്തു പോകുന്ന ഐറ്റംസ് ആണോ, അക്കൗണ്ടിങ്ങിൽ നമ്മൾ പറയില്ലേ മണി മെഷർമെൻറ്റ് കൺസെപ്റ്റ്, അതനുസരിച്ച് മാച്ച് ചെയ്യുന്നതാണോ, മാച്ചിങ് പ്രിൻസിപ്പിൾസ് അതനുസരിച്ച് മാച്ച് ചെയ്യുന്നതാണോ. അപ്പോൾ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്ന എക്സ്പെൻസുകളോ ഇൻകംസോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ വരുന്ന ഐറ്റംസ് എന്താണോ അത് നമ്മൾ എന്ത് ചെയ്യുക, റെക്കഗ്നൈസ് ചെയ്യുക. റെക്കഗ്നേഷൻ എന്ന് പറയുന്നൊരു പ്രൊസീജിയറാണ്. റെക്കഗ്നേഷൻ മീൻസ് ഐഡൻറ്റിഫൈ ആൻ ഐറ്റം ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിലത്തെ ഒരു ഐറ്റത്തിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, കണ്ടെത്തുന്നു. ദാറ്റ് ഈസ് റെക്കഗ്നിഷൻ കേട്ടോ, അതിന് അങ്ങനെ പറയാം. രണ്ടാമത്തെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് മെഷർമെൻറ്റ് ഓഫ് ദീസ് ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവൻറ്റ്സ്. ഇങ്ങനെ കണ്ടെത്തി കഴിഞ്ഞിട്ടുള്ള ഐറ്റംസിനെ, ഇങ്ങനെ കണ്ടെത്തി കഴിഞ്ഞിട്ടുള്ള ഇവൻറ്റ്സിനെയും അതുപോലെ തന്നെ ട്രാൻസാക്ഷനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, മെഷർ ചെയ്യണം. എന്താണ് അതിൻ്റെ വാല്യൂ, അല്ലേ? അതിന് പ്രത്യേക മെഷർ ചെയ്യാനുള്ള പ്രത്യേക ടെക്നിക്കുകളുണ്ട്. ഏതൊക്കെ രീതിയിലാണ് ഇത് മെഷർ ചെയ്യേണ്ടത്? ഇപ്പം ഡിപ്രീസിയേഷനിൽ ചെയ്യേണ്ട വ്യക്തമായിട്ടുള്ള പ്ലാൻസും അതിൻ്റെ സിസ്റ്റംസൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻഡ് ആണ്. IFRSൽ അതിന് വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുകളുണ്ട്, അല്ലെങ്കിൽ വ്യക്തമായിട്ടുള്ള റെഗുലേഷൻസ് ഉണ്ട്. എങ്ങനെയാണ് ഡിപ്രീസിയേഷൻ ചെയ്യേണ്ടത് എന്നുള്ളതിന് വ്യക്തമായിട്ടുള്ള റെഗുലേഷൻസ് IFRS പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ രണ്ടാമത്തെ പോയിന്റിൽ നമുക്ക് IFRSലേക്കൊന്നും കൊണ്ടുപോകണ്ട. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് മെഷർമെൻ്റ് ആണ്. മെഷർമെൻറ്റ് ഓഫ് ദോസ് ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവൻറ്റ്സ് ആർ റെക്കഗ്നൈസ്ഡ്. ആദ്യത്തെ കേസിൽ റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള ഇവൻറ്റ്സിനെയും ട്രാൻസാക്ഷൻസിനെയൊക്കെ മെഷർ ചെയ്യുക, മനസ്സിലാക്കുക, അല്ലെങ്കിൽ വാല്യൂ ചെയ്യുക. മെഷർ ചെയ്യുക എന്ന് പറഞ്ഞാൽ വാല്യൂ ചെയ്യുക, അതാണ് സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത്. തേർഡ് പോയിന്റ്, presentation of these transactions and events in the financial statements in a manner that is meaningful and understandable to the readers. അല്ലേ? മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇത് പ്രസൻറ്റ് ചെയ്യുക. എവിടെ പ്രസൻറ്റ് ചെയ്യുക? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ പ്രസൻറ്റ് ചെയ്യുക. അതെങ്ങനെയാണ്? വെറുതെ പ്രസൻറ്റ് ചെയ്താൽ പോരാ, എന്ത് മെത്തേഡിൽ വേണം? ഇൻ എ മീനിങ് ഫുൾ വേ, അല്ലെങ്കിൽ ഇൻ എ മീനിങ് ഫുൾ മെത്തേഡ്, ആൻഡ് അണ്ടർസ്റ്റാൻഡബിൾ. അത് മീനിങ് ഫുൾ ആയിരിക്കണം, അണ്ടർസ്റ്റാൻഡബിൾ ആയിരിക്കണം. വായിക്കുന്ന ആളുകൾ ആരൊക്കെയാണ്? ഇതിൻ്റെ കൺസ്യൂമേഴ്സ് ഓർ യൂസേഴ്സ് എന്ന് പറയുന്ന ആരൊക്കെയാണ്? ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്, ബാങ്കേഴ്സ് ഉണ്ട്, ലെൻഡേഴ്സ് ഉണ്ട്, ഗവൺമെൻറ് ഉണ്ട്, അങ്ങനെ പല പാർട്ടീസ് ഉണ്ട്, അല്ലേ? ഇവരൊക്കെ ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നത്? അപ്പോൾ അതിന് സ്യൂട്ടബിളായിട്ടുള്ള, അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മാനറിൽ വേണം ഇത് എന്ത് ചെയ്യാൻ, പ്രസൻറ്റ് ചെയ്യാൻ. അപ്പം പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് തേർഡ് പോയിന്റ്. പ്രസൻറ്റ് ദീസ് ഐറ്റംസ് ഓർ ദി അബോവ് വാല്യൂഡ് ഓർ മെഷേർഡ് ഐറ്റംസ് അത് പ്രസൻറ്റ് ചെയ്യണം. എങ്ങനെയാണ് അത്? സിസ്റ്റമാറ്റിക് മാനർ ഓർ അണ്ടർസ്റ്റാൻഡബിൾ മാനർ ഓർ മീനിങ് ഫുൾ വേ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു അർത്ഥവത്തായ, മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ പ്രസൻറ്റ് ചെയ്യുക. ഫോർത്ത് പോയിന്റ്, ഡിസ്ക്ലോഷർ റിക്വയർമെൻറ്റ്സ് which should be there to enable the public at large and the shareholders and the potential investors in particular
to get an insight to these financial statements which help the business decisions. ഇനി എന്താണ് ഡിസ്ക്ലോഷർ റിക്വയർമെൻറ്റ്സ് ഉണ്ട്. നമുക്ക് സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് പറയുന്ന ചില കാര്യങ്ങൾ തന്നെയുണ്ട്. അതായത് ബാലൻസ് ഷീറ്റിലോ P&L അക്കൗണ്ടിലോ ഒക്കെ ഉള്ള എന്താണ് പ്രത്യേകിച്ച് എടുത്ത് പറയത്തക്ക നമ്മൾ ഡിസ്ക്ലോസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ പ്രസൻറ്റ് ചെയ്തിട്ടുള്ള ചില ഐറ്റത്തിൻ്റെയൊക്കെ ഡിസ്ക്ലോഷർ റിക്വയർമെൻറ്റ്സ്, എന്തൊക്കെ കാര്യങ്ങൾ പബ്ലിഷ് ചെയ്യണം, എന്തൊക്കെയാണ് അതുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കേണ്ടത്. ഇപ്പോൾ ഷെയർ ക്യാപിറ്റൽ, റിസർവ്സ്, സെക്യൂരിറ്റി പ്രീമിയം, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യം, അല്ലെങ്കിൽ നമ്മുടെ ഡെപ്റ്റേഴ്സ്, നമ്മുടെ ക്രെഡിറ്റ് പോളിസി, നമ്മുടെ ഡിബഞ്ചേഴ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, നമ്മുടെ ലോങ് ടൈം ലോൺസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, നമ്മുടെ ഡെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളുടെയൊക്കെ ഡിസ്ക്ലോഷർ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ്, ഇത് കൃത്യമായിട്ട് കൊടുക്കണം അല്ലേ. അപ്പോൾ എന്തൊക്കെയാണ് ഡിസ്ക്ലോഷർ എന്ന് പറഞ്ഞാൽ, ഇതുമായിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മുടെ ബിസിനസ്സിൻ്റെ അസറ്റ്സും ലയബിലിറ്റീസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട, നമ്മുടെ ബിസിനസ്സിൻ്റെ ഇൻകവും എക്സ്പെൻസുമായിട്ട് ബന്ധപ്പെട്ട, നമ്മുടെ ബിസിനസ്സിൻ്റെ റിലേറ്റഡ് പാർട്ടീസുമായിട്ട് ബന്ധപ്പെട്ട, റിലേറ്റഡ് പാർട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബിസിനസ്സിനെ ഇൻവെസ്റ്റ്മെൻറ്റോ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിലെ ഡയറക്ടേഴ്സിൻ്റെ ഉടമസ്ഥതയിലുള്ള മറ്റ് കമ്പനികളോ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സുമായിട്ടൊരു ബന്ധമുള്ള ആളുകളുടെ ബിസിനസ്, അതായത് ബന്ധമുള്ള ആളുകളെ ആയിട്ടുള്ള ബിസിനസ്, ഇങ്ങനെയുള്ള റിലേറ്റഡ് പാർട്ടീസുമായിട്ടുള്ള ബിസിനസ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ടുള്ള ഡിസ്ക്ലോഷർ റിക്വയർമെൻറ്റ്സ് കൃത്യമായിട്ട് നടപ്പിലാക്കണം. മനസ്സിലായല്ലോ. അത് എന്ത് ചെയ്യണം, പബ്ലിക്കിനെ മുഴുവനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ലാർജ് പബ്ലിക്, അത് മുഴുവൻ പൊതുജനങ്ങളെ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു പബ്ലിഷിംഗ് ആയിരിക്കണം. രണ്ടാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് ആൻഡ് ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് ദ പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സ് ഇൻ പർട്ടിക്കുലർ, അത് പ്രത്യേകിച്ചും പബ്ലിക്കിന് മാത്രമുള്ളൊരു ഇൻഫർമേഷനാണ്. അറ്റ് ലാർജ് എന്ന് പറഞ്ഞാൽ ലാർജ് സ്കെയിലിൽ അല്ലെങ്കിൽ വലിയൊരളവിൽ അത് പബ്ലിക്കിന് ഉപകാരപ്പെടുന്നതായിരിക്കണം. പക്ഷേ അത് ഇൻ പർട്ടിക്കുലർ, അത് പ്രത്യേകിച്ചും ആർക്ക് ബന്ധപ്പെട്ടതായിരിക്കണം, അത് ഷെയർ ഹോൾഡേഴ്സിനും അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിനും അല്ലേ. ഇൻസ്റ്റിറ്റ്യൂഷണൽ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ, ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നില്ല, പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സ് അല്ലേ. ഇൻവെസ്റ്റ് ചെയ്ത ആളുകളെ നമുക്ക് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയാം അല്ലേ. പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർ അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരുങ്ങി നിൽക്കുന്നവർ, ഇവർക്കൊക്കെ ഈ ഡീറ്റെയിൽസൊക്കെ വെച്ച് നോക്കിയിട്ട് വേണം കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ എങ്ങനെയാണോ, ഈ കമ്പനിയുടെ ബിസിനസ് നല്ല ക്രെഡിബിലിറ്റി ഉള്ള കമ്പനിയാണോ, നല്ല രീതിയിലാണോ ഇവർ ബിസിനസ് കൊണ്ടുപോകുന്നത്, എന്തെങ്കിലും കൃത്രിമത്വം ഇവരുടെ ഉള്ളിലുണ്ടോ, അല്ലെങ്കിൽ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു നമ്മൾ പറയില്ലേ വിൻഡോ ഡ്രസ്സിങ് മാത്രമാണോ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, പുറത്തുനിന്ന് നോക്കിയാൽ ഭംഗിയുള്ള ടൈപ്പ് ഓഫ് വിൻഡോ ഡ്രസ്സിങ് മാത്രമാണോ ഇവരുടെ ബിസിനസ്. ഇങ്ങനെ ഷെയർ ഹോൾഡേഴ്സിനും അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സിനും ഇൻ പർട്ടിക്കുലറായിട്ട് അവർക്ക് പ്രത്യേകമായിട്ട് അറിയേണ്ടുന്ന ചില ഡീറ്റെയിൽസ് കൂടി ഡിസ്ക്ലോഷർ എന്ന് പറഞ്ഞാൽ അതിൽ ഉൾപ്പെടുത്തണം, അതിൽ എഴുതിയിരിക്കണം, ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ എഴുതിയിരിക്കണം. ഇതാണ് 4 പോയിൻറ്റ്സ്. ആരുടെ പോയിൻ്റ് എന്ന് പറയുന്നത്, ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഡീൽ വിത്ത് ദ ഇഷ്യൂസ് ഓഫ് എന്ന് പറഞ്ഞു. അപ്പോൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് പ്രിപ്പയർ ചെയ്യുന്ന പാർട്ടീസ് അല്ലെങ്കിൽ ആ ഗ്രൂപ്പ് അവരുടെ മുന്നിലുള്ള മേജർ ഇഷ്യൂസ് എന്ന് പറയുന്നത് ഒന്ന്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് നമ്മൾ പ്രിപ്പയർ ചെയ്യണം, എങ്ങനെ ഈ ഐറ്റംസിനെ റെക്കഗ്നൈസ് ചെയ്യാം, എങ്ങനെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിലെ ഐറ്റംസിനെ നമുക്ക് കണ്ടെത്താം, അല്ലെങ്കിൽ ഏതൊക്കെ ഐറ്റംസാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ വരേണ്ടത്. രണ്ടാമത്തെ പോയിൻ്റ്, മെഷർമെൻറ്റ് ഓഫ് ദീസ് റെക്കഗ്നൈസ്ഡ് ഐറ്റംസ് അല്ലേ. നേരത്തെ പറഞ്ഞിട്ടുള്ള റെക്കഗ്നൈസ്ഡ് ഐറ്റം എങ്ങനെ മെഷർ ചെയ്യും, എങ്ങനെ അത് ഇവാലുവേറ്റ് ചെയ്യും, എങ്ങനെ വാല്യൂ ചെയ്യും, ഇതാണ് രണ്ടാമത് ശ്രദ്ധിക്കേണ്ടത്. മൂന്നാമത്തെ പോയിൻ്റ്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പബ്ലിക്കിൻ്റെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്, ഒരു ഇത് വായിക്കുന്ന ആൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ എങ്ങനെ പ്രസൻറ്റ് ചെയ്യും. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡബിൾ ആയിരിക്കണം, മീനിങ് ഫുൾ ആയിരിക്കണം അല്ലേ. മനസ്സിലാക്കുന്ന ഒരു ടോപ്പിക്ക് മാത്രമായാൽ പോരാ, ഇറ്റ് ഈസ് മീനിങ് ഫുൾ വേണം. അപ്പോൾ മീനിങ് ഫുൾ ആവണമെന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇത് വായിക്കുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് അർത്ഥവത്തായിട്ടുള്ള മനസ്സിലാക്കുന്ന രീതിയിലുള്ള ഒരു ഡോക്യുമെൻ്റായിട്ട് കൺവേർട്ട് ചെയ്യാൻ എന്ത് വേണം. മൂന്നാമത്തെ പോയിൻ്റാണ്. നാലാമത്തെ പോയിൻ്റ്, ഡിസ്ക്ലോഷർ റിക്വയർമെൻറ്റ്സ്. അപ്പോൾ ഡിസ്ക്ലോഷർ റിക്വയർമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ അതിലെന്തൊക്കെ ഉൾപ്പെടുത്തണം, എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടത്. ഇപ്പോൾ ഞാൻ നേരത്തെ ചില എക്സാമ്പിളുകൾ പറഞ്ഞില്ലേ, നമുക്ക് ലോയിൽ ഇതൊന്നല്ല കേട്ടോ, ലോയിൽ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്.
എന്തൊക്കെ ഉൾപ്പെടുത്തുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു അറ്റത്തുനിന്ന് വായിച്ചു തുടങ്ങിയാൽ അവസാനിക്കാത്ത അത്രയും ഐറ്റംസ് ഉണ്ട്. അത് അങ്ങനെ പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അത് ലോ ആണ്. ലോ ആകുമ്പോൾ ഒരു ലൂപ്പ് ഹോൾ ഇല്ലാത്ത രീതിയിൽ പറയണം. അപ്പോൾ അതുകൊണ്ട് അടുത്ത ഇഷ്യൂ, 4ാമത്തെ ഇഷ്യൂ എന്ന് പറയുന്നത് ഡിസ്ക്ലോഷർ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ്. അത് പബ്ലിക് അറ്റ് ലാർജ് എന്ന് പറഞ്ഞാൽ പബ്ലിക്കിനെയാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ സ്പെഷ്യലി പ്രത്യേകിച്ചും ആർക്കാണ് ഇൻട്രസ്റ്റ് കമ്പനിയുടെ എന്താണ് ഇൻറ്റേർണൽ ബിസിനസ്സിൽ ആർക്കാണ് കൂടുതൽ താല്പര്യം? ഓണേഴ്സിന്, ഇൻവെസ്റ്റേഴ്സിന് അല്ലേ? മറ്റു കാര്യങ്ങളിൽ ആർക്കാണ് കാര്യം? ഒരു നല്ല ഒരു എന്താണ് ക്ലിയർ ആയിട്ടുള്ള ക്ലാരിറ്റിയുള്ള ബിസിനസ്സാണോ എന്നറിയാൻ ആർക്ക് താല്പര്യം ഉണ്ടാവും? എന്താണ് ഇൻവെസ്റ്റേഴ്സിന് താല്പര്യം ഉണ്ടാവും. അപ്പോൾ ഇവർക്കൊക്കെ വേണ്ടി പ്രത്യേകിച്ചും സ്പെഷ്യലായിട്ടും എന്ത് ചെയ്യണം? അതിനുള്ള ഡീറ്റെയിൽസ് കൂടി നമ്മൾ ഡിസ്ക്ലോഷർ റിക്വയർമെൻറ്റ്സ് ആയിട്ട് ഉണ്ടാവണം. ഇതാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്തുണ്ടായിരിക്കേണ്ട വ്യൂ പോയിൻറ്റ്സ്. ഈ ഇഷ്യൂസിനൊക്കെ അഡ്രസ്സ് ചെയ്യുന്ന തരത്തിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? സ്റ്റാൻഡേർഡ്സ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. അതാണ് നമ്മൾ പറഞ്ഞത്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അടുത്തത് ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. ഇനി അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിന്, അതാണ് നമ്മൾ നേരത്തെ വായിച്ച ഹെഡ്. അതായത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൻ്റെ ലക്ഷ്യം എന്താണ്, റോൾ എന്താണ് അല്ലേ? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് കൊണ്ടുവരുന്നതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? ഞാൻ ഇതിൽ ഒന്ന് റെഡ്യൂസ് ചെയ്തിട്ട് പറയാം, കുട്ടികളത് ശ്രദ്ധിക്കുക. അല്ലെ, പറയുമ്പോൾ പറയാം. ഞാൻ സ്ലൈഡിൽ എഴുതുമ്പോൾ കുറച്ച് റെഡ്യൂസ് ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ എഴുതുണ്ടാവുക. കുട്ടികളൊന്ന് ശ്രദ്ധിക്കാം. ഇത് പേജ് നമ്പർ 10 ആണ് നമ്മുടെ ബുക്കിൽ. കുട്ടികൾ ശ്രദ്ധിച്ചോളൂ. ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ടു പ്രൊവൈഡ് എ സ്റ്റാൻഡേർഡ് സെറ്റ് ഓഫ് അക്കൗണ്ടിങ് പോളിസീസ്, വാല്യുവേഷൻ നോംസ് ആൻഡ് ഡിസ്ക്ലോഷർ റിക്വയർമെൻറ്റ്സ് ഓൺ ദ ബേസിസ് ഓഫ് വിച്ച് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഷുഡ് ബി പ്രിപ്പയർഡ്. അപ്പോൾ ഒന്നാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ടു പ്രൊവൈഡ് എ സ്റ്റാൻഡേർഡ് സെറ്റ് ഓഫ് അക്കൗണ്ടിങ് പോളിസീസ്. ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ഓഫ് അക്കൗണ്ടിങ് പോളിസീസ് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. അക്കൗണ്ടിങ് പോളിസീസ് ഒരു പോളിസി പ്രിപ്പയർ ചെയ്യണമെന്നല്ല, ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ഓഫ് അക്കൗണ്ടിങ് പോളിസീസ് ഒക്കെ സ്റ്റാൻഡേർഡൈസ്ഡ് ആയിരിക്കണം. പല മേഖലകളിൽ, പല ടൈപ്പിൽ, പല സമയത്ത്, പല ബിസിനസ്സിൽ ഉപയോഗിക്കാൻ പറ്റുന്ന സ്റ്റാൻഡേർഡ് സെറ്റ് ഓഫ് അക്കൗണ്ടിങ് പോളിസീസ്. കഴിഞ്ഞിട്ടില്ല. വാല്യുവേഷൻ നോംസ്, വാല്യൂ ചെയ്യുന്ന നോംസ്. ഇപ്പോൾ പല രീതിയിൽ വാല്യുവേഷൻ ഉണ്ടല്ലോ. ഇപ്പം ഫോർ എക്സാമ്പിൾ ഡിപ്രീസിയേഷൻ നടത്തുന്ന സമയത്ത് അവിടെ ഒരു വാല്യുവേഷൻ നടക്കുന്നുണ്ട്. ഡിപ്രീസിയേഷൻ നമുക്ക് 2 മെത്തേഡിലുണ്ട്. എല്ലാവർക്കും അറിയാം. എന്താണ് ഡയറക്റ്റ്, അല്ലെങ്കിൽ എന്താണ് ഫിക്സഡ് റേറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡുണ്ട്. പല മെത്തേഡുണ്ട്. ഡിമിനിഷിങ് മെത്തേഡുണ്ട്. അപ്പോൾ ഇവിടെ കുട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ വാല്യുവേഷൻ നോംസ് എങ്ങനെ വാല്യൂ ചെയ്യുന്നു. അതിപ്പോൾ ഡിപ്രീസിയേഷന് മാത്രമല്ല, അസറ്റുകൾ എങ്ങനെ വാല്യൂ ചെയ്യാം, നമ്മുടെ ഇൻടാഞ്ചിബിൾ അസറ്റ് എങ്ങനെ വാല്യൂ ചെയ്യാം, അങ്ങനെ ഒരുപാട് കാറ്റഗറീസ് അതിൽ വരുന്നു. വാല്യുവേഷൻ നോംസ് ആൻഡ് ഡിസ്ക്ലോഷർ റിക്വയർമെൻറ്റ്സ്. എന്തൊക്കെ കാര്യങ്ങളാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഡിസ്ക്ലോസ് ചെയ്യുന്നത്, അതിൻ്റെ റിക്വയർമെൻറ്റ്സ് എന്താണ്, അതിൻ്റെ ആവശ്യം എന്താണ്, അല്ലെങ്കിൽ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ആവശ്യമുള്ള എന്തൊക്കെ ഡീറ്റെയിൽസാണ് നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യേണ്ടത്. ഇത്തരം കാര്യങ്ങളാണ് ഒന്നാമത്തെ ഒബ്ജക്റ്റീവ്. അപ്പോൾ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് പ്രൊവൈഡ് ചെയ്യണം. അത് ഒരു സ്റ്റാൻഡേർഡ് പോരാ, പല സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അപ്പോൾ ഒരു സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് പ്രൊവൈഡ് ചെയ്യാം. വാല്യുവേഷൻ നോംസ് പ്രൊവൈഡ് ചെയ്യും. എങ്ങനെയൊക്കെ വാല്യൂ ചെയ്യണം, അതിന് നോംസ്, കണ്ടീഷൻസ്, അതിൻ്റെ അതിർവരമ്പുകൾ അത് കൃത്യമായിട്ട് പ്രൊവൈഡ് ചെയ്യാം. ഡിസ്ക്ലോഷർ റിക്വയർമെൻറ്റ്സ്, എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടത് കൃത്യമായിട്ട് പറയാം. 2, ടു മേക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് മോർ മീനിങ് ഫുൾ ആൻഡ് കമ്പയറബിൾ. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിനെ വളരെ മീനിങ് ഫുള്ളും കമ്പയറബിളും ആക്കണം. അല്ലേ? മീനിങ് ഫുൾ എന്ന് പറഞ്ഞാൽ അത് അർത്ഥവത്തായിരിക്കണം, അർത്ഥം പറയുന്ന അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഡോക്യുമെൻ്റ് ആയിരിക്കണം. അടുത്ത അതിൽ തന്നെ പറയുന്നത് എന്താണ്? കമ്പയറബിൾ ആയിരിക്കണം. എന്താണ് കമ്പയറബിൾ എന്ന് പറഞ്ഞാൽ? വേറൊരു സമാന വാല്യൂ ആയിട്ട്, അല്ലെങ്കിൽ വേറൊരു വാല്യൂ ആയിട്ട്, എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ നമുക്ക് പറയാം ഇൻട്രാ ഫെയിം ഓർ ഇൻ്റർ ഫെയിം കമ്പാരിസൺ. ഈ ഫെയിമിലെ തന്നെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലെ ഫിഗേഴ്സായിട്ട് കമ്പയർ ചെയ്യാം. നമുക്ക് എന്തറിയാൻ സാധിക്കും? ഇപ്പോൾ സെയിൽസ്, കഴിഞ്ഞ 5 വർഷത്തെ സെയിൽസിൻ്റെ ഫിഗർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ സെയിൽസിൻ്റെ ഫിഗർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, കമ്പയർ ചെയ്യുമ്പോൾ അറിയാം സെയിൽസ് കൂടുതലാണോ കുറവാണോ.
അതൊരു ഫിഗർ മാത്രമാണ്, അതിൻ്റെ സ്റ്റഡിയല്ല എന്ന് പറയാൻ കാരണം സെയിൽസിൽ ഇപ്പം സെയിൽസ് വാല്യൂ, സെയിൽസ് പ്രൈസ് ചിലപ്പോൾ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്താണ് പ്രൊഡക്ഷൻ റേറ്റ് ചിലപ്പോൾ കൂടിയിട്ടുണ്ടായിരിക്കാം, അതൊക്കെ മറ്റു കാര്യങ്ങൾ. അപ്പോൾ കമ്പയർ ചെയ്യാനുള്ള ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കണം. കമ്പയർ ചെയ്യാൻ പറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? കമ്പയർ ചെയ്യാൻ പറ്റണമെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു അറേഞ്ച്മെൻറ്റ് വേണം, കൃത്യമായിട്ടുള്ള ഫോർമാറ്റ് വേണം. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പം നമ്മുടെ ക്ലാസ്സിൽ 60 കുട്ടികളുണ്ട്, 60 കുട്ടികളെങ്കിൽ BBA ക്ലാസ്സിലാണെങ്കിൽ 33 കുട്ടികളുണ്ട്. 33 കുട്ടികളുടെ മാർക്കിൻ്റെ നിലവാരം മനസ്സിലാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആ 33 കുട്ടികളുടെയും എന്ത് ചെയ്താൽ മതി? ഇപ്പോൾ നമ്മൾ ക്ലാസ് ടീച്ചറൊക്കെ ക്ലാസ്സിലേക്ക് മാർക്ക് ഇടുമ്പോൾ കുട്ടികൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, പല രീതിയിൽ മാർക്കിടുക. ഓരോ 5 സബ്ജക്റ്റുകളും മുകളിൽ എഴുതും ഒരാളുടെ മാർക്കുകൾ. അപ്പോൾ ഒരു പർട്ടിക്കുലർ കുട്ടീനെ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അവൻ്റെ മാർക്കുകൾ ഇങ്ങനെ ലൈനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അവന് ഏതിലാണ് മാർക്ക് കുറവെന്നറിയാം. ഇനി അവനെല്ലാത്തിലും മാർക്ക് കുറവാവാം, അവനെല്ലാത്തിലും മാർക്ക് കൂടുതലാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും 1-2 പേപ്പറിൽ അവന് മാർക്ക് കുറവോ കൂടുതലാവാം, അല്ലേ? അപ്പോൾ അവിടെ എളുപ്പമായത് എന്താണ്? ആ അറേഞ്ച്മെൻറ്റാണ് അവിടെ സ്പെഷ്യാലിറ്റി വന്നത്. ആ അറേഞ്ച്മെൻറ്റ് നടത്തുമ്പോൾ നമുക്ക് കമ്പയർ ചെയ്യാൻ ഈസി ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത്, നമ്മൾ ഇപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു, ഫൈനൽ അക്കൗണ്ടൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അവിടെയൊക്കെ എല്ലാ ബാലൻസ് ഷീറ്റിലും നമ്മൾ എന്ത് ചെയ്യുന്നു? 2 കോളംസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്, അല്ലേ? ഒന്ന് കറണ്ട് ഇയറും മറ്റൊന്ന് പ്രീവിയസ് ഇയറും. അപ്പോൾ പ്രീവിയസ് ഇയറിൻ്റെ കോളം എന്തിനു വേണ്ടിയിട്ടാണ്? കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ കോളം മാത്രം ഉണ്ടായാൽ പോരാ, പ്രീവിയസ് ഇയറിലും ഇതേ കോളത്തിൽ ഇതേ ഐറ്റം തന്നെ വരണം. അപ്പോൾ അവിടെ ഫോർമാറ്റ് കൃത്യമായിട്ട് വരണം, അപ്പോൾ കമ്പയർ ചെയ്യണം, അല്ലേ? ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എന്താ? ഈ ഫേമിൻ്റെ ബാലൻസ് ഷീറ്റും അടുത്ത ഫേമിൻ്റെ ബാലൻസ് ഷീറ്റും കൂടി എന്ത് ചെയ്യണം? കമ്പയർ ചെയ്യാൻ പറ്റണം. അപ്പോൾ കമ്പയർ ചെയ്യാൻ പറ്റണമെങ്കിൽ കൃത്യമായിട്ടുള്ള ഫോർമാറ്റ് ഉണ്ടാവണം, അല്ലേ? നമുക്കറിയാം, നമ്മുടെ കയ്യിലുള്ള സിസ്റ്റം വിൻഡോസ് 10 ആണ്, വേറെ ആളുടെ കയ്യിലുള്ള സിസ്റ്റം വിൻഡോസ് 7 ആണ്, അല്ലേ? നമുക്ക് ടൈപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ ക്യാരക്ടറിൻ്റെ സൈസ് പോലും നമുക്ക് ചിലപ്പോൾ വ്യത്യാസം വരാം, അല്ലേ? ഒരേ സൈസിൽ കിട്ടണമെന്നില്ല, ചിലപ്പോൾ കുറച്ചുകൂടി പുതിയ വെർഷനിൽ കുറച്ചുകൂടി ചെറിയ സൈസായിരിക്കാം. അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇൻ്റർ ഫേം കമ്പാരിസൺ. ഒരു ഫേമിൽ തന്നെ മറ്റ് പൂർവ്വകാലങ്ങളിലെ സ്റ്റേറ്റ്മെൻറ്റ്സുമായിട്ട് കമ്പയർ ചെയ്യണമെങ്കിലും അതേ ഫീൽഡിൽ, ഇപ്പം നമ്മൾ ക്ലോത്ത് ബിസിനസ്സിലാണെങ്കിൽ ക്ലോത്ത് ബിസിനസ് ചെയ്യുന്ന മറ്റുള്ള കമ്പനികളുടെ ബാലൻസ് ഷീറ്റായിട്ട് കമ്പയർ ചെയ്യാൻ താല്പര്യം ഉണ്ടായിരിക്കും, പ്രത്യേകിച്ച് ഇൻവെസ്റ്റേഴ്സിനൊക്കെ താല്പര്യം ഉണ്ടായിരിക്കും, അല്ലേ? അങ്ങനെ താല്പര്യമുള്ള ഇൻവെസ്റ്റേഴ്സിനെ കമ്പയർ ചെയ്യാൻ സാധിക്കണമെങ്കിൽ എന്തുണ്ടായിരിക്കണം? ഒരേ ഫോർമാറ്റ് ആയിരിക്കണം, അല്ലേ? ഇപ്പോൾ ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സിൻ്റെ ആവശ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇപ്പോൾ ഗ്ലോബലൈസേഷൻ്റെ കാലമാണ്, അല്ലേ? ലിബറലൈസേഷൻ, ഗ്ലോബലൈസേഷൻ്റെ കാലമാണ്. എവിടെ എന്ത് പ്രോഡക്റ്റ് ഇറങ്ങിയാലും നമ്മുടെ കേരളത്തിൽ അത് വളരെ പെട്ടെന്ന് അവൈലബിൾ ആവും, അല്ലേ? അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടെയുള്ള ആളുകൾക്ക് പുറത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, പുറത്തുള്ള ആളുകൾക്ക് ഇന്ത്യയിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താം, ഇന്ത്യയിലെ കമ്പനികളുടെ ഷെയറിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താം. ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ കമ്പയറബിലിറ്റി ഉണ്ടാവണം, കമ്പയർ ചെയ്യാൻ സാധിക്കണം. അപ്പോൾ അതിന് പറ്റുന്ന ഒരു ഡോക്യുമെൻ്റായിട്ട് ഇതിനെ കൺവേർട്ട് ചെയ്യണം. അപ്പോൾ അതാണ് അടുത്ത രണ്ടാമത്തെ ഒബ്ജക്റ്റീവ്. എന്താണ്? മീനിങ്. ഇറ്റ് ഷുഡ് ബി മോർ മീനിങ്ഫുൾ ആൻഡ് കമ്പയറബിൾ. ദെൻ തേർഡ് പോയിന്റ്, harmonize the diverse accounting policies and practices in order to ensure standardization in the preparation of financial statements. അതായത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ സ്റ്റാൻഡർഡൈസേഷൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നു? ഹാർമോണൈസ് ചെയ്യണം. ഡൈവേഴ്സ് അക്കൗണ്ടിങ് പോളിസീസിനെ ഹാർമോണൈസ് ചെയ്യണം. ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ അക്കൗണ്ടിങ് ഒക്കെ പഠിച്ച് ഒരു കമ്പനിയിൽ ജോലിക്ക് വേണ്ടി ശ്രമിച്ചു, ജോലിക്ക് കയറി. നമ്മൾ പഠിച്ചിട്ടുള്ളത് അക്കൗണ്ടിങ്, ബേസിക് ആയിട്ടുള്ള അക്കൗണ്ടിങ് കമ്പ്യൂട്ടർ കോഴ്സുകൾ പഠിച്ചിട്ടുണ്ട്. BCom നമ്മൾ അക്കൗണ്ടിങ് സബ്ജക്ട്സ് പഠിച്ചിട്ടുണ്ട്. അവിടെ ചെന്നപ്പോൾ അവർ പറയുന്നു, ഞങ്ങളുടെ സോഫ്റ്റ്വെയർ വേറെ സോഫ്റ്റ്വെയറാണ്, അല്ലേ? അപ്പോൾ ആ സോഫ്റ്റ്വെയർ പഠിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അത് ഓൺ ദ ജോബ് ട്രെയിനിങ്ങിലൂടെ നമുക്ക് പഠിക്കണം. ആ ബിസിനസ്സിൽ ജോയിൻ ചെയ്ത് 1 മാസമോ 2 മാസമോ വരുന്ന അവരുടെ സോഫ്റ്റ്വെയർ നമ്മൾ പഠിച്ച് എങ്ങനെയാണ് എൻ്റർ ചെയ്യേണ്ടതെന്നൊക്കെ പഠിക്കണം. പക്ഷേ ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് അവർ കൊടുക്കുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. നമ്മുടെ ഇന്ത്യയിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഒരേ ടൈപ്പ്, ഒരേ ഫോർമാറ്റിലുള്ള. കുട്ടികൾ ഏത് കമ്പനിയുടെ, ലിസ്റ്റഡ് കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് എടുത്ത് നോക്കിക്കോളൂ, ഒരേ ഫോർമാറ്റ് ആയിരിക്കും, അല്ലേ? അപ്പോൾ അവിടെ അങ്ങനെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള അക്കൗണ്ടിങ് പോളിസീസ് വന്നു കഴിഞ്ഞാൽ അത് ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് അക്കൗണ്ടിങ് ഫോമിന് നല്ലതല്ലാത്തതുകൊണ്ട്
പല അക്കൗണ്ടിങ് പോളിസീസിനെ ഹാർമോണൈസ് ചെയ്ത്, പല അക്കൗണ്ടിങ് പോളിസീസിനെ പല മാറ്റങ്ങളൊക്കെ വരുത്തി അതിലെ നമ്മുടെ ഒരു കോമൺ ഫോർമാറ്റിലേക്ക് എങ്ങനെ കൊണ്ടുവരാൻ പറ്റും. ഇത് ആണ് എന്തിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൻ്റെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഫോർത്ത് പോയിൻറ്റ്, to enable the comparability of financial statements and thereby improve reliability and usefulness of financial statements. അല്ലേ, എന്ത് എനേബിൾ ചെയ്യണം? നേരത്തെ നമ്മൾ കമ്പാരബിലിറ്റീനെ പറ്റി പറഞ്ഞതാണ്, എങ്കിലും ഇവിടെ പറയുന്നു ടു എനേബിൾ ദ കമ്പാരബിലിറ്റി എനേബിൾ ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണ്? ഇംപ്രൂവ് ദ റിലയബിലിറ്റി ആൻഡ് യൂസ്ഫുൾനെസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇതിൻ്റെ യൂസ്ഫുൾനെസ് നമുക്ക് മനസ്സിലാവണം, അല്ലെങ്കിൽ നമുക്കെന്നുള്ള പബ്ലിക്കിന് മനസ്സിലാവണം. ഇതിൻ്റെ റിലയബിലിറ്റി, വിശ്വാസയോഗ്യമായിരിക്കണം. അല്ലേ, വിശ്വാസമുള്ള ഒരു കമ്പനി ആണെങ്കിൽ മാത്രമേ ആളുകൾ എന്ത് ചെയ്യുള്ളൂ? ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഷെയർ മാർക്കറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായിരിക്കുന്ന ഇൻവെസ്റ്റേഴ്സ് അവർക്ക് റിലയബിൾ ആവണമെങ്കിൽ കമ്പാരബിലിറ്റി ഉണ്ടാവണം. മറ്റ് സമാന കമ്പനികളുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഡോക്യുമെൻ്റ് ആണ്. കമ്പയർ ചെയ്യാൻ പറ്റാത്തൊരു ഡോക്യുമെൻ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ സാധാരണക്കാരന് എളുപ്പം മനസ്സിലാക്കാൻ പറ്റുന്നൊരു ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ അതുകൊണ്ട് എന്തെങ്കിലും ഉപകാരമുണ്ടോ? ഒരു ഉപകാരമില്ല. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ടുള്ള കമ്പാരബിലിറ്റി എനേബിൾ ചെയ്യുന്ന, അതിലൂടെ റിലയബിലിറ്റി വർദ്ധിപ്പിക്കുന്ന, യൂസ്ഫുൾനെസ് വർദ്ധിപ്പിക്കുന്ന ഒരു ഡോക്യുമെൻ്റ്, അതൊരു ഒബ്ജക്റ്റീവാണെന്ന്. അഞ്ചാമത്തെ പോയിൻ്റ്, ടു റിമൂവ് വേരിയേഷൻസ് ഇൻ ദ അക്കൗണ്ടിങ് പോളിസീസ് ആൻഡ് പ്രാക്ടീസസ്. അക്കൗണ്ടിങ് പോളിസീസിനും പ്രാക്ടീസസിലുള്ള വേരിയേഷൻസ് ഒഴിവാക്കുക. വ്യത്യസ്തതകൾ, അതായത് ഒരുപാട് ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്, അടുത്ത കമ്പനിയിൽ വേറൊരു ടെക്നിക്കാണ്, അടുത്ത കമ്പനിയിൽ വേറൊരു മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കലും ഒരു കമ്പനിയിൽ നിന്ന് മറ്റൊരു കമ്പനി നമുക്ക് കമ്പയർ ചെയ്യാനോ മറ്റു കാര്യങ്ങൾക്കോ സാധിക്കില്ല. അപ്പോൾ വേരിയേഷൻസ്, ഈ അക്കൗണ്ടിങ് പോളിസീസിലുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള തലങ്ങൾ ഒഴിവാക്കി അതിനെ ഹാർമോണൈസ് ചെയ്ത് അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ഫോമിലേക്ക് കൊണ്ടുവരിക. വേരിയേഷൻസ് ഒഴിവാക്കുക എന്നുള്ളൊരു പോയിൻ്റാണ് ടു റിമൂവ് വേരിയേഷൻസ്, അഞ്ചാമത്തെ പോയിൻറ്റ്. ആറാമത്തെ പോയിൻറ്റ്, ടു ഫെസിലിറ്റേറ്റ് ഇൻ്റർഫെയിം ആൻഡ് ഇൻട്രാഫെയിം കമ്പാരിസൺ. നമ്മൾ നേരത്തെ പറഞ്ഞാണ്, ഇൻ്റർഫെയിം ആൻഡ് ഇൻട്രാഫെയിം കമ്പാരിസൺ എന്ത് ചെയ്യുക? ഒഴിവാക്കുക. ഇൻ്റർഫെയിം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? മറ്റ് കമ്പനികളൊക്കെ ആയിട്ടുള്ള ഇൻ്റർഫെയിം കമ്പാരിസൺസ് ഒഴിവാക്കുക എന്നല്ലാണ്ട് അത് ഫെസിലിറ്റേറ്റ് ചെയ്യുക, അത് കൂടുതൽ എന്ത് ചെയ്യുക? നല്ല രീതിയിലാക്കുക. അപ്പോൾ മറ്റ് ഫേമുകളായിട്ട് കമ്പയർ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കണം? മറ്റ് ഫേമുകളായിട്ട് കമ്പയർ ചെയ്യണമെങ്കിൽ ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ഫോം ആവണം. അല്ലേ, നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന വേറെ മോഡലും വേറെ കമ്പനി പ്രിപ്പയർ ചെയ്യുന്ന വേറെ മോഡലായാൽ സാധിക്കുമോ? നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുമോ? കമ്പയർ ചെയ്യാൻ പറ്റില്ല. അല്ലേ, അതുപോലെ തന്നെ നമ്മുടെ മാർക്ക് ലിസ്റ്റ് തരുന്ന സമയത്ത് ഒരു മാർക്ക് ലിസ്റ്റ് റോൾ നമ്പർ വേറെയും രജിസ്റ്റർ നമ്പർ വേറെ ആണെങ്കിൽ വലിയ തെറ്റുകൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അല്ലേ, അപ്പോൾ ഫോർമാറ്റ് കൃത്യമായിരിക്കണം. അതുപോലെ തന്നെ ഒരേ സ്റ്റാൻഡേർഡൈസ്ഡ് അക്കൗണ്ടിങ് വെർഷൻസ് ആയിരിക്കണം, അല്ലെങ്കിൽ അക്കൗണ്ടിങ് പോളിസീസ് ആയിരിക്കണം നമ്മൾ ഉപയോഗിക്കണം. അല്ലെങ്കിൽ ഇതൊന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല. അല്ലേ, ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല? ഇതൊന്നും കമ്പയർ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ കമ്പയറബിലിറ്റി ഉണ്ടാവണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? കൃത്യമായിട്ടുള്ള സ്റ്റാൻഡേർഡൈസ്ഡ് ഫോം. അപ്പോൾ ടു ഫെസിലിറ്റേറ്റ് ഇൻട്രാഫെയിം ആൻഡ് ഇൻ്റർഫെയിം കമ്പാരിസൺസ് നമുക്ക് എന്ത് ചെയ്യാം? പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ അതായിരിക്കണം ഒരു ഒബ്ജക്റ്റീവ് എന്ന്. ഇനി ഞാൻ ഒന്നുകൂടി ഒബ്ജക്റ്റീവ്സ് പറയാം. 6 ഒബ്ജക്റ്റീവ്സാണ് ഇവിടെ നമുക്ക് ഡിസ്കസ് ചെയ്ത് നമ്മൾ പറഞ്ഞത്. ആ 6 ഒബ്ജക്റ്റീവും അതിൻ്റേതായിട്ടുള്ള അർത്ഥത്തിൽ തന്നെ കുട്ടികൾ എടുക്കണം. ഇനി അതിലെന്തെങ്കിലും കൺഫ്യൂഷൻസ് വന്നിട്ടുള്ളവർക്ക് ഒന്നുകൂടി ഞാൻ പറയുന്നു. ഒന്നാമത്തെ പോയിൻ്റ്, ടു പ്രൊവൈഡ് എ സെറ്റ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, a set of norms to evaluate or value the products or assets, liabilities, expenses, etc. ആൻഡ് അതിൽ തന്നെ പറയുന്നത് എന്താണ്? ഒന്നാമത്തെ പോയിന്റിൽ തന്നെ പറയുന്നു ആൻഡ് ഡിസ്ക്ലോഷർ റിക്വയർമെൻറ്റ്സ്. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൻ്റെ ഒരു സെറ്റ് തന്നെ പ്രിപ്പയർ ചെയ്യാം, അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് പ്രിപ്പയർ ചെയ്യാം. 2 വാല്യുവേഷൻ നോംസ് പ്രിപ്പയർ ചെയ്യുക. 3 ഡിസ്ക്ലോഷർ റിക്വയർമെൻറ്റ്സ്, എന്തൊക്കെ ആണ് ഡിസ്ക്ലോസ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഡിസ്ക്ലോഷർ റിക്വയർമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ചിലപ്പോൾ അത് അറിയാത്തവരുണ്ടാവും. അപ്പോൾ അവരോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പറയേണ്ടത്, എന്തൊക്കെ ഡീറ്റെയിൽസാണ് അവിടെ കൊടുക്കേണ്ടത്, അതിനെയാണ് ഡിസ്ക്ലോഷർ റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത്. അല്ലേ, അപ്പോൾ ഡിസ്ക്ലോഷർ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ്? ഇതാണ് ഒന്നാമത്തെ കാര്യം പറയുന്നത്, ഒന്നാമത്തെ ഒബ്ജക്റ്റീവ്. രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിനെ കമ്പയറബിൾ ആക്കുക ആൻഡ് മോർ മീനിങ് ഫുൾ ആക്കുക. ഇപ്പോഴും അത് മീനിങ് ഫുൾ ആയിരിക്കാം,
അല്ലേ? ആ വായിക്കുന്ന ആളുകൾക്ക് അറിയാവുന്നവർക്ക് മീനിങ് ഫുൾ ആയിരിക്കും. പക്ഷേ അത് കമ്പയറബിൾ ആക്കുക എന്ന് പറഞ്ഞാൽ മറ്റുള്ള സ്ഥാപനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യാൻ സാധിക്കുക. 3, ഡൈവേഴ്സ് അക്കൗണ്ടിങ് പോളിസീസ് ഒഴിവാക്കുക. ഓരോ സ്ഥാപനത്തിലും ഓരോ മെത്തേഡ് യൂസ് ചെയ്യുന്ന സിസ്റ്റം ഒഴിവാക്കി എല്ലാ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റിനെയും അക്കൗണ്ടിങ് പോളിസീസിനൊക്കെ ഹാർമോണൈസ് ചെയ്ത് ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് പോളിസി കൊണ്ടുവരിക. ഇതാണ് നമ്മൾ 3ാമത്തെ പോയിന്റിൽ പറഞ്ഞിട്ടുള്ളത്. 4ാമത്തെ പോയിന്റിൽ കമ്പയറബിലിറ്റി, മനസ്സിലായല്ലോ? കമ്പയറബിലിറ്റി എന്ത് ചെയ്യുക? എനേബിൾ ചെയ്യുക. അതിലൂടെ കമ്പയറബിലിറ്റി എനേബിൾ ചെയ്യുന്നതിലൂടെ റിലയബിലിറ്റിയും അതുപോലെ തന്നെ യൂസ്ഫുൾനെസ്സും കൊണ്ടുവരിക. 5, വേരിയേഷൻസ്, വ്യത്യസ്തങ്ങളായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ ഒഴിവാക്കുക. ഇപ്പോൾ ഒരു കാര്യം ട്രീറ്റ് ചെയ്യാൻ പല ടൈപ്പ് മെത്തേഡ്സ് ഉണ്ടല്ലോ, അത്തരം വ്യത്യസ്തങ്ങളായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് നമ്മൾ ഒഴിവാക്കുക. 6, ഫെസിലിറ്റേറ്റ് ഇൻ്റർഫെയിം ആൻഡ് ഇൻട്രാഫെയിം കമ്പാരിസൺ. നമ്മുടെ ഫെയിമിലെ തന്നെ കഴിഞ്ഞ വർഷങ്ങളിലെ ഡീറ്റെയിൽസായിട്ട് കമ്പയർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ സമാന ബിസിനസ് ചെയ്യുന്ന നമ്മുടെ രാജ്യത്തെ മറ്റുള്ള കമ്പനികളായിട്ടും ഇൻ്റർനാഷണൽ ആയിട്ടുള്ള കമ്പനികളായിട്ടും മറ്റ് പല മൾട്ടിനാഷണൽ കമ്പനികളുടെയൊക്കെ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സൊക്കെ കമ്പയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ഫോർമേഷനാണ് വേണ്ടത്. ഇത്രയാണ് 6 ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ ഇത് കുട്ടികൾ പഠിക്കണം. എന്താണ് ഒരു ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു സംശയം ഇല്ലാത്ത രീതിയിൽ എഴുതാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള പോയിൻറ്റ്സ് ആണ്. അത് കുട്ടികൾ പഠിക്കുക. അതിൽ നിന്ന് ഞാൻ പറഞ്ഞില്ലേ, ഒന്ന് ചുരുക്കി അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് മാത്രം മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ അത് ഒരു ഹെഡിങ് പോലെ എഴുതി എക്സ്പ്ലനേഷൻ കൊടുത്താൽ മതിയാകും. ഇനി നമുക്ക് പോകേണ്ട ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ബെനിഫിറ്റ്സ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണ്. അപ്പോൾ ഇതിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യയുടെ കാര്യമൊക്കെ ഇവിടെ പറയുന്നുണ്ട്. നമുക്ക് പിന്നീട് അത് ASB ഒക്കെ പഠിക്കാനുള്ള കാരണം കൊണ്ടാണ് ഞാനിപ്പോൾ ആ ടോപ്പിക്ക് ചെറിയൊരു പാരഗ്രാഫ് കൂടെ ഡിസ്കസ് ചെയ്യാത്തത്. ബെനിഫിറ്റ്സ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, അതാണ് അടുത്ത പോയിൻറ്റ്. എന്തൊക്കെയാണ് ഗുണങ്ങൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഉണ്ടാകുമ്പോഴുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? അപ്പോൾ നേരത്തെ നമ്മൾ ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിൻ്റെ ബെനിഫിറ്റ്സ് പറഞ്ഞു. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ റിപ്പോർട്ടിങ്ങിൻ്റെ യൂസ് എന്താണെന്ന് പറഞ്ഞു. യൂസേഴ്സ് ആരൊക്കെയാണെന്ന് പറഞ്ഞു ആദ്യം. അല്ല, ഇവിടെ നമ്മൾ പറയുന്നത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്, അതായത് നമ്മളിപ്പോൾ പ്രിപ്പയർ ചെയ്യുന്ന ഫിനാൻഷ്യൽ ഡോക്യുമെൻറ്റ്സിൻ്റെയൊക്കെ അതിനെയാണല്ലോ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നത് ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ഫോർമാറ്റിലേക്ക് മാറ്റുന്നത് കൊണ്ടുള്ള, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, ഇതാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഒരു 8 പോയിൻ്റ് ഉണ്ട്. അതിൽ 7ാമത്തെ പോയിൻ്റ് ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. അത് റിപ്പീറ്റേഷൻ പോയിൻ്റ് പോലെ തോന്നിയ കാരണം കൊണ്ടാണ്, അല്ലാതെ വേറെ 7ാമത്തെ പോയിൻ്റ് വിട്ടുപോയൊന്നുമല്ല. കുട്ടികൾ ശ്രദ്ധിക്കുക. 1ാമത്തെ പോയിൻ്റ് നമുക്ക് പറയാം. ബൈ അഡോപ്റ്റിംഗ് ദ AS, കൺഫ്യൂസിങ് വേരിയേഷൻസ് ഇൻ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് യൂസ്ഡ് ടു പ്രിപ്പയർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഈസ് റെഡ്യൂസ്ഡ്. അതായത് അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ ചില കാര്യങ്ങൾക്ക് പല മെത്തേഡ്സ് ഉണ്ട്. അക്കൗണ്ടിങ്ങിലെ പല മെത്തേഡ്സ്, അതായത് ഇഷ്ടം പോലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ കൺഫ്യൂസിങ് വേരിയേഷൻസ് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അതായത് ഒരു മെത്തേഡിലൂടെ ചെയ്യുമ്പോൾ ഒരു ഫിഗറാണ് കിട്ടുന്നത്, ഒരു ആൻസറാണ് കിട്ടുന്നത്. വേറൊരു മെത്തേഡിലൂടെ ചെയ്യുമ്പോൾ വേറൊരു ആൻസറാണ് കിട്ടുന്നത്. ഇപ്പോൾ ഡിപ്രീസിയേഷൻ തന്നെ 2 മെത്തേഡ് ചെയ്യുമ്പോൾ 2 ആൻസറാണ് കിട്ടുന്നത്. അപ്പോൾ അവിടെ കൺഫ്യൂഷൻ വരും. അപ്പോൾ അവിടെ ഇങ്ങനെ ഞാൻ ഡിപ്രീസിയേഷൻ്റെ കാര്യത്തിൽ ഒരു എക്സാമ്പിൾ അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ, കുട്ടികൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ. ഇവിടെ ഡിപ്രീസിയേഷൻ അല്ല കുട്ടികൾ എക്സാമ്പിളായിട്ട് മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഓരോ അക്കൗണ്ടിങ് സിസ്റ്റവും എന്തൊക്കെയാണെങ്കിലും അതിനൊക്കെ വേരിയേഷൻസ് വരാനുള്ള സാധ്യതയുണ്ട്. വ്യത്യസ്തങ്ങളായിട്ടുള്ള ആൻസറുകൾ, റിസൾട്ടുകൾ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? വ്യത്യസ്തങ്ങളായിട്ടുള്ള റിസൾട്ടുകളാണ് കിട്ടുന്നതെങ്കിൽ അവിടെ ഉത്തമമായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ഫോം എല്ലാവരും പിന്തുടരുക, അല്ലേ? അപ്പോൾ വേരിയേഷൻസ് ഉണ്ടാവില്ല. സ്റ്റാൻഡേർഡൈസ്ഡ് ഫോം ആണെങ്കിൽ വ്യത്യാസം ഉണ്ടാവില്ല. കൃത്യമാണ്. അപ്പോൾ നമ്മുടെ എല്ലാ മേഖലകളിലും ഇതുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു ചെറിയൊരു നട്ട് ബോൾട്ട് മേടിക്കുകയാണെങ്കിൽ പോലും ഇതുണ്ട്, അറിയാലോ. അപ്പോൾ 13 ഒരു നെറ്റ് ബോൾട്ട് മേടിക്കുകയാണെങ്കിൽ അതിൻ്റെ ത്രെഡ് സ്റ്റാൻഡേർഡ് ത്രെഡാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ത്രെഡാണ്. എവിടെ നിന്ന് നമ്മളതിൻ്റെ ബോൾട്ട് വാങ്ങി അതിലിട്ടാലും അത് സ്റ്റാൻഡേർഡാണ്, അല്ലേ? അത് സ്റ്റാൻഡേർഡൈസ്ഡ് അല്ലെങ്കിൽ എന്താ ബുദ്ധിമുട്ട്? നമ്മൾ ഒരെണ്ണം വാങ്ങിയാൽ അതിന് തന്നെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ.
അല്ലേ? അപ്പോൾ നമ്മൾ അത് ചിന്തിച്ചിട്ടില്ലേ? എല്ലാ കാര്യത്തിലും അങ്ങനെയാണ്, എല്ലാ മേഖലകളിലും അങ്ങനെയാണ്. സ്റ്റാൻഡേർഡൈസ്ഡ് ഫോർമാറ്റ് ആണെങ്കിൽ അത് കുറച്ചുകൂടി എന്തായിരിക്കും, വ്യക്തമായിരിക്കും കേട്ടോ. അപ്പോൾ സ്റ്റാൻഡേർഡൈസ്ഡ് ഫോർമാറ്റ് ആണെങ്കിൽ കൺഫ്യൂഷിങ് വേരിയേഷൻസ് നമുക്ക് മാക്സിമം ഒഴിവാക്കാൻ സാധിക്കും, ഇല്ലാതെയാക്കാൻ സാധിക്കും, കുറയ്ക്കാൻ സാധിക്കും. അതാണ് ഒന്നാമത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ബെനിഫിറ്റ്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഡിസ്ക്രൈബ്സ് the accounting policies, valuation techniques and method of applying accounting principles so as to ensure true and fair view of financial statements. നമുക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ഒരു ഫെയർ കോപ്പി അല്ലെങ്കിൽ ട്രൂ സ്റ്റേറ്റ്മെൻറ്റ് കിട്ടാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യണം? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ത് ചെയ്യുന്നു? ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ്? അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. എന്തൊക്കെ പ്രിൻസിപ്പിൾസ് ആണുള്ളത്? വാല്യുവേഷൻ ടെക്നിക്സ് നേരത്തെ നമ്മൾ പറഞ്ഞതാണ്. എങ്ങനെയാണ് അസറ്റ് വാല്യൂ ചെയ്യുന്നത്, എങ്ങനെയാണ് ലയബിലിറ്റീസ് വാല്യൂ ചെയ്യുന്നത്, എങ്ങനെയാണ് ഇൻകം നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻകം റിസീവ്ഡ് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്, ഇൻകം റിസീവ്ഡ് ക്യാഷായിട്ട് കിട്ടുമ്പോഴാണോ അതോ ഇൻകം എന്താണ്, ഇൻകം ഡ്യൂ നമ്മൾ എന്തായിട്ട് റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഇൻകം എപ്പോഴാണ് റെക്കഗ്നൈസ് ചെയ്യുക, ലയബിലിറ്റി എങ്ങനെയാണ് റെക്കഗ്നൈസ് ചെയ്യുക, എങ്ങനെയാണ് വാല്യൂ ചെയ്യുക, വാല്യുവേഷൻ എന്താണ്, ഇനി എങ്ങനെയാണ് എന്താണ് ഇതൊക്കെ അപ്ലൈ ചെയ്യുന്ന മെത്തേഡ് എങ്ങനെയാണ് ഈ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസൊക്കെ അപ്ലൈ ചെയ്യുന്നത്. ഇതിന് കൃത്യമായിട്ടുള്ളൊരു മാർഗ്ഗരേഖ, ഇതിന് കൃത്യമായിട്ടുള്ളൊരു ഡയറക്ഷൻ, ഇതിന് കൃത്യമായിട്ടുള്ളൊരു പ്രിൻസിപ്പിൾസ് ഉണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്തായിരിക്കും? ട്രൂ ആൻഡ് ഫെയർ ആയിരിക്കും. നിർബന്ധമായിട്ടും അങ്ങനെയായിരിക്കും. അതാണ് പറയുന്നത്. അതാണ് രണ്ടാമത്തെ ബെനിഫിറ്റ്. അപ്പോൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിനെ കൃത്യമായിട്ടുള്ള ഡിസ്ക്രിപ്ഷൻസ്, ഡയറക്ഷൻസ് ഉള്ള കാരണം കൊണ്ട് നമുക്ക് ട്രൂ ആൻഡ് ഫെയർ വ്യൂ ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ലഭിക്കുന്നു. അതാണ് രണ്ടാമത്തെ പോയിൻറ്റ്. തേർഡ് പോയിൻറ്റ്, വേർ ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ ഈസ് നോട്ട് സ്റ്റാറ്റ്യൂട്ടറിലി റിക്വയർഡ്, accounting standards call for its disclosure beyond that required by law. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് നിയമങ്ങളുണ്ട്. ഈ നിയമങ്ങൾക്ക് അനുസൃതമായിട്ടാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കാൻ സാധിക്കുള്ളൂ. പക്ഷേ മറ്റൊരു കാര്യമുണ്ട്, നിയമങ്ങളിൽ പറയാത്ത, സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് പറയാത്ത ചില കാര്യങ്ങൾ കൂടി ആർക്ക് നിഷ്കർഷിക്കാം, ആർക്ക് ഡയറക്റ്റ് ചെയ്യാം, ആർക്ക് അഡ്വൈസ് ചെയ്യാം, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിന് അഡ്വൈസ് ചെയ്യാം. അതൊരു ഡിസ്ക്ലോഷർ ഐറ്റമായിട്ട് ആർക്ക് പ്രൊവൈഡ് ചെയ്യാം? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിന് പ്രൊവൈഡ് ചെയ്യും. കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതായത് നമ്മുടെ നാട്ടിലെ ഒരു ലോ വെച്ച്, അല്ലെങ്കിൽ എന്താണ്, സ്റ്റാറ്റ്യൂട്ടറി ഡയറക്ഷൻ വെച്ച് ചില പ്രിൻസിപ്പിൾ, ചില ഐറ്റംസ് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ പറയണമെന്നില്ല, റെക്കോർഡ് ചെയ്യണമെന്നില്ല എന്ന് വിചാരിക്കുക. പക്ഷേ ഷെയർ ഹോൾഡേഴ്സിനും അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സിനൊക്കെ അത് ആവശ്യമാണ്, അല്ലേ? ഈ കമ്പനിയുടെ ക്രെഡിറ്റ് വർത്തിനെസ് അറിയാൻ അത് ആവശ്യമാണെന്നുണ്ടെങ്കിൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിന് എന്ത് ചെയ്യാം? ഇത്തരം ഒരു ഡയറക്ഷനിലൂടെ, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിലൂടെ ആ ഒരു പോയിൻ്റ്, അത്തരം കാര്യങ്ങൾ കൂടി ഡിസ്ക്ലോസ് ചെയ്യണം, അത്തരം കാര്യങ്ങൾ കൂടി റിവീൽ ചെയ്യണം, അത്തരം കാര്യങ്ങൾ കൂടി സ്റ്റേറ്റ്മെൻറ്റിൽ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്യണം എന്നുള്ളൊരു കാര്യം ആർക്ക് പറയാൻ സാധിക്കും? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിന്. അതാണ് മൂന്നാമത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റാറ്റ്യൂട്ടറിലി നോട്ട് റിക്വയർഡ് ആണെങ്കിൽ കൂടി, അല്ലേ, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിന് എന്ത് കൊടുക്കാം? ഡയറക്ഷൻ കൊടുക്കാം. അതൊരു ഡിസ്ക്ലോഷർ പോയിൻ്റ് ആണെന്ന് പറഞ്ഞ് ഡിസ്ക്ലോസ് ചെയ്യാം. അത്തരം അപ്പോൾ കമ്പനികൾക്ക് എന്ത് ചെയ്യേണ്ടി വരും? നിർബന്ധമായിട്ടും ആ ഏരിയയിൽ അവർക്ക് പ്രസൻറ്റേഷനിലേക്ക് അത് കൊണ്ടുവരേണ്ടി വരും. അങ്ങനെ ഇൻവെസ്റ്റേഴ്സിനോ അല്ലെങ്കിൽ പുറത്തുള്ള ആളുകൾക്കോ പബ്ലിക്കിനോ ഒക്കെ അത്തരം കാര്യങ്ങൾ കൂടുതൽ അറിയാൻ സാധിക്കും, അല്ലേ? അതൊരു നിയമപരമായിട്ടില്ലെങ്കിൽ കൂടി അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് അങ്ങനെ പറയുകയാണെങ്കിൽ ആ സ്റ്റാൻഡേർഡ് അനുസരിച്ച് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. കൃത്യമായിട്ട് നമ്മളത് എന്ത് ചെയ്യണം? കൃത്യമായിട്ടും അത് പ്രിപ്പയർ ചെയ്തിരിക്കണം. അതാണ് മൂന്നാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ബെനിഫിറ്റ് എന്ന് പറയുന്നത്. നാലാമത്തെ ബെനിഫിറ്റ്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഫെസിലിറ്റേറ്റ് കമ്പാരിസൺ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് കമ്പനീസ് ഇൻ ദ സെയിം ഇൻഡസ്ട്രി സിറ്റുവേറ്റഡ് ഇൻ different parts of the world and also of different companies situated in the same country, അല്ലേ? ഇതിൻ്റെ നാലാമത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ IFRS പോലെയുള്ളൊരു സ്റ്റാൻഡേർഡൈസ്ഡ് റിപ്പോർട്ടിംഗ് സിസ്റ്റം കൊണ്ടുവന്നാൽ അമേരിക്കയിലുള്ളൊരു കമ്പനി, ഇന്ത്യയിലുള്ളൊരു കമ്പനി സെയിം ഇൻഡസ്ട്രിയിലാണ് എന്ന് വിചാരിക്കാം. ഇപ്പം നമുക്ക് അറിയാം, ടെക്നോളജി, ഇൻഫർമേഷൻ ടെക്നോളജി, അതും അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും ബിസിനസ് ചെയ്യുന്നു. അപ്പോൾ ഇന്ത്യയിലെ കമ്പനികൾ എന്ത് ചെയ്യുക? അമേരിക്കയിലെ കമ്പനികൾ മറ്റ് രാജ്യങ്ങളിലെ കമ്പനികളൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യാൻ,
പല രാജ്യങ്ങളിലെ കമ്പനികളായിട്ടൊക്കെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കുന്നു, സ്റ്റാൻഡേർഡൈസ്ഡ് ആണെങ്കിൽ, അല്ലേ? അപ്പോൾ അമേരിക്കൻ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് ഉണ്ടായിരുന്നു, ദെൻ ഇംഗ്ലീഷ് സിസ്റ്റമൊക്കെ കുട്ടികൾ +1 പഠിച്ചിട്ടുണ്ടാവും, അല്ലേ? പല ഡെഫിനിഷൻസൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെയൊക്കെ സെപ്പറേറ്റ് ഇന്ത്യയിൽ വേറെയാണെന്നൊക്കെ ഉണ്ടെങ്കിൽ, അങ്ങനെ ആയിരുന്നല്ലോ, അല്ലേ? അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്കൊരിക്കലും ഈ കമ്പനികളുടെ ബാലൻസ് ഷീറ്റുകൾ കമ്പയർ ചെയ്യാൻ സാധിക്കില്ല, ഈ കമ്പനികളുടെ ഫിനാൻഷ്യൽ പൊസിഷൻ കമ്പയർ ചെയ്യാൻ സാധിക്കില്ല, അല്ലേ? ഇപ്പോഴാണെങ്കിൽ ഗ്ലോബലൈസേഷൻ്റെ ഒക്കെ കാലമാണ്, അല്ലേ? രാജ്യങ്ങൾ തമ്മിലുള്ള അതിർവരമ്പുകൾ ഇല്ലാതെയായിട്ട് വരുന്ന എന്ത് കാര്യത്തിൽ, ബിസിനസ്സിൻ്റെ കാര്യത്തിൽ. അപ്പോൾ നമുക്ക് ഓരോ രാജ്യങ്ങളിലുള്ള ബിസിനസ് സ്റ്റേറ്റ്മെൻറ്റ്സായിട്ട്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സായിട്ട് നമുക്ക് കമ്പയറബിലിറ്റി ഉണ്ടായിരിക്കും. അത് എന്തിലൂടെ സാധിക്കുന്നു? ഇത്തരം ഒരു സ്റ്റാൻഡേർഡ് കൊണ്ടുവന്നാൽ അത്തരം കാര്യങ്ങൾ ഈസി ആയിട്ട് നമുക്ക് സാധിക്കുന്നു. അപ്പം എന്ത് ചെയ്യും? 4ാമത്തെ പോയിൻ്റായിട്ട് പറയുന്നത് എന്താണ്? കൺട്രി വൈഡ് ആയിട്ടുള്ള, നമ്മുടെ രാജ്യത്തുള്ള എന്നുള്ളത് മാത്രമല്ല, നമ്മുടെ രാജ്യത്തുള്ള സമാന കമ്പനികളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കമ്പയർ ചെയ്യാം. നമ്മുടെ രാജ്യത്തുള്ള സമാന കമ്പനികളായിട്ട് കമ്പയർ ചെയ്താൽ മാത്രം പോരല്ലോ, മറ്റ് ഇൻ്റർനാഷണൽ കമ്പനികളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കണം? കമ്പയർ ചെയ്യാൻ സാധിക്കണം, അല്ലേ? അങ്ങനെയുള്ള കമ്പാരിസനെ നമുക്ക് സാധിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ അതാണ് ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. 4ാമത്തെ ബെനിഫിറ്റ് എന്താണ്? 5ാമത്തെ പോയിൻ്റ് നമുക്ക് നോക്കാം. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഹെൽപ്സ് ഇൻ റിസോൾവിങ് കോൺഫ്ലിക്റ്റ് ഓഫ് ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റ് എമംഗ് വേരിയസ് ഗ്രൂപ്പ്സ്. അതായത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ത് ചെയ്യുന്നു? ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റ് ഓഫ് വേരിയസ് ഗ്രൂപ്പ്സ്, അല്ലേ? ആരൊക്കെയാണ് ഈ വേരിയസ് ഗ്രൂപ്പ്സ്? ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്, ദെൻ എന്താണ്, ഡയറക്ടേഴ്സ് ഉണ്ട്, ദെൻ എംപ്ലോയീസ് ഉണ്ട്, ദെൻ എന്താണ്, ക്രെഡിറ്റേഴ്സ് ഉണ്ട്, ദെൻ ബാങ്കേഴ്സ് ഉണ്ട്, ഗവൺമെൻറ് ഉണ്ട്. അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ ഇതിലേക്ക്, ഇപ്പോൾ ഗവൺമെൻറ്റിനാണെങ്കിൽ ടാക്സ് കളക്ഷൻ, അത് ഗവൺമെൻറ് പോയിൻ്റാണ്. ഷെയർ ഹോൾഡേഴ്സിനാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? അവർക്ക് ഡിവിഡൻഡ് കളക്ഷൻ ഒരു പ്രധാനപ്പെട്ട പോയിൻ്റാണ്. അതുപോലെ തന്നെ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കിട്ടാവുന്നൊരു പോയിൻ്റ് എന്ന് പറയുന്നത് അവർക്ക് ഇൻട്രസ്റ്റ് അവരുടെ ഒരു ഐറ്റമാണ്. ഇങ്ങനെ പല അല്ലെങ്കിൽ പല ടൈപ്പ് ആളുകളുടെ ഒരു അവരുടെ ആവശ്യങ്ങളുണ്ടായിരിക്കും. ഇത് കൃത്യമായിട്ട് ആർക്ക് സാധിക്കും? ഇത് കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്യാൻ, കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ, കൃത്യമായിട്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ എന്തുപയോഗിക്കുന്നു? ഈ IFRS സ്റ്റാൻഡേർഡ്, അല്ലെങ്കിൽ അക്കൗണ്ടിങ് IFRS എന്ന് പറയുന്നില്ല, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. 5ാമത്തെ പോയിൻ്റാണ്. 6ാമത്തെ പോയിൻ്റ്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഹെൽപ്സ് ദ ഓഡിറ്റേഴ്സ് in the preparation of financial statements, and any deviation can be disclosed in the reports so that the user is aware of such deviations, അല്ലേ? അതായത് ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് അനുസരിച്ച് എന്ത് ചെയ്യാം? ഓഡിറ്റേഴ്സിന് കൃത്യമായിട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യാം. ഓഡിറ്റേഴ്സ്, നമ്മുടെ CA എന്ത് ചെയ്യുന്നു? ഇതൊക്കെ നോക്കിയിട്ട് അവർക്ക് കൃത്യമായിട്ട് ഈ സ്റ്റാൻഡേർഡുകൾ വെച്ച് അവർക്ക് എന്ത് ചെയ്യാം? അവരുടെ ടോപ്പിക്കുകൾ കൃത്യമായി, അല്ലെങ്കിൽ അവരുടെ റിപ്പോർട്ട് കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യാം. ഇനി അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ടല്ല എന്നുണ്ടെങ്കിൽ, ഡീവിയേഷൻസ് ഉണ്ടെങ്കിൽ ആ ഡീവിയേഷൻസ് കൃത്യമായിട്ട് അവർക്ക് റെക്കോർഡ് ചെയ്യാം. അങ്ങനെ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് നോക്കുന്ന ആളുകൾക്ക്, അത് മനസ്സിലാക്കുന്ന ആളുകൾക്ക്, അത് വായിക്കുന്ന ആളുകൾക്ക്, അത് ഉപയോഗിക്കുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് അതിൻ്റെ ഡീവിയേഷൻ എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും, അല്ലേ? അപ്പോൾ ഇവിടുത്തെ പോയിൻ്റ് എന്ന് പറയുന്ന 6ാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് ഓഡിറ്റേഴ്സിന് കൃത്യമായിട്ടുള്ള ഒരു ഡയറക്ഷൻ, ഒരു ഗൈഡൻസ്, എന്തിനു വേണ്ടിയിട്ട്, എങ്ങനെയാണ് റിപ്പോർട്ട് ഉണ്ടാക്കുക എന്നുള്ള ഒരു ഗൈഡൻസ് കൃത്യമായിട്ട് കിട്ടുന്നു. ആ ഗൈഡൻസ് കിട്ടി അതനുസരിച്ചിട്ടല്ല, ഈ കമ്പനിയിൽ ചില വ്യത്യാസങ്ങളുണ്ട്, ഡീവിയേഷൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യാനും ആർക്ക് സാധിക്കുന്നു? ഓഡിറ്റേഴ്സിന് സാധിക്കുന്നു. 7ാമത്തെ പോയിൻ്റ് ഞാൻ റിപ്പീറ്റേഷൻ ആയതുകൊണ്ട് ഒഴിവാക്കിയതാണ്. 8, it provides guidance to the accountants. When financial reporting arises, the accountant can refer to the published accounting standards to determine how to record the event. അപ്പോൾ അക്കൗണ്ടൻ്റ്, ഇപ്പോൾ കുട്ടികളെപ്പോലെയുള്ള യങ് ആയിട്ടുള്ള ആളുകളൊക്കെ BCom ഒക്കെ കഴിഞ്ഞ് അക്കൗണ്ടൻസ് ഒക്കെ ആയിട്ട് ജോലിക്ക് കയറി ഒരു പ്രത്യേക ടോപ്പിക്ക് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് കുട്ടികൾക്ക് സംശയം വന്നു, എങ്ങനെ പ്രിപ്പയർ ചെയ്യും?
അല്ലേ? അപ്പോൾ ഒരു റെഫറൻസ് ആയിട്ട്, അപ്പോൾ ഒരു ഡയറക്ഷന് വേണ്ടി, ഒരു ഗൈഡൻസിന് വേണ്ടി നമുക്ക് എടുത്ത് തിരയാൻ പറ്റുന്ന, അല്ലെങ്കിൽ എടുത്ത് കൺസൾട്ട് ചെയ്യാൻ പറ്റുന്ന ഡോക്യുമെൻ്റാണെന്ത്? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്, അല്ലേ? അപ്പോൾ അത് ഒരു ബെനിഫിറ്റാണ്. അക്കൗണ്ടൻസിനെ സംശയ നിവാരണിയായിട്ട്, സംശയം ഒഴിവാക്കുന്ന ഒരു ടോപ്പിക്കായിട്ട്, അല്ലെങ്കിൽ അവരുടെ റെഫറൻസിന് ഉപയോഗിക്കുന്ന ഒരു സ്റ്റാൻഡേർഡായിട്ട് നമുക്ക് എന്തിനെ കാണാം? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിനെ കാണാം. അപ്പോൾ ഇവിടെ 7 പോയിൻ്റാണ്, 8 പോയിൻ്റ് ഉണ്ട്, അതിനെ ഞാൻ 7 പോയിൻ്റ് ആക്കുന്നു. അത് 7 പോയിൻ്റാണ് ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. നമുക്കൊന്നുകൂടി പറയാം. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ കൺഫ്യൂസിങ് വേരിയേഷൻസ് ഒഴിവാക്കാൻ സാധിക്കും. അതാണ് ഒന്നാമത്തെ പോയിൻ്റ്. റെഡ്യൂസ് ദ കൺഫ്യൂസിങ് വേരിയബിൾസ് ഇൻ അക്കൗണ്ടൻസി, അല്ലെങ്കിൽ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ റെഡ്യൂസ് ദ കൺഫ്യൂസിങ് വേരിയബിൾസ്. രണ്ടാമത്തെ പോയിൻ്റ് എന്താണ്? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഡിസ്ക്രൈബ് ദ അക്കൗണ്ടിങ് പോളിസീസ്, വാല്യുവേഷൻ എക്സെട്ര to ensure true and fair valuation or presentation of financial statements. രണ്ടാമത്തെ പോയിൻ്റ്. മൂന്നാമത്തെ പോയിൻ്റ് എന്താണ്? ഇമ്പോർട്ടൻ്റ് ഇൻഫർമേഷൻ ഈസ് എന്താണ്? ഇഫ് ദ ഇമ്പോർട്ടൻ്റ് ഇൻഫർമേഷൻ ഈസ് സ്റ്റാറ്റ്യൂട്ടറിലി എന്താണ്? റിക്വയർഡ്, ദെൻ എന്താണ്? ദ അക്കൗണ്ടിങ് AS ക്യാൻ എന്താണ്? റീറ്റെയിൻ ദ ഇമ്പോർട്ടൻസ് ഓഫ് എന്താണ്? ദീസ് എന്താണ്? സ്റ്റാൻഡേർഡ്സ് ഓർ എന്താണ്? പോയിൻറ്റ്സ്. അതാണ് മൂന്നാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത്. നാലാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത്, ഫോർത്ത് പോയിൻ്റ് എന്ന് പറയുന്നത്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഫെസിലിറ്റേറ്റ് കമ്പാരിസൺ ഓഫ് എന്താണ്? ഇൻറ്റേർണൽ ആൻഡ് എന്താണ്? ഇൻ്റർനാഷണൽ കമ്പനീസ്. അഞ്ചാമത്തെ പോയിൻ്റ്, റിസോൾവിങ് കോൺഫ്ലിക്റ്റ് ഓഫ് ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റ്, അതായത് പല ആളുകളുടെയും തർക്കങ്ങൾ പരിഹരിക്കാൻ സാധിക്കുന്നു, അല്ലേ? ഫിനാൻഷ്യൽ ആയിട്ടുള്ള മറ്റു തരത്തിലുള്ള തർക്കങ്ങൾ പരിഹരിക്കാൻ സാധിക്കുന്നു. ആറാമത്തെ പോയിൻ്റ് എന്താണ്? ഓഡിറ്റേഴ്സിന് കൃത്യമായിട്ടുള്ളൊരു ഗൈഡ് ലൈൻ കൊടുക്കുന്നു. ഏഴാമത്തെ പോയിൻ്റ് എന്താണ്? അക്കൗണ്ടൻസിന് കൃത്യമായിട്ടുള്ളൊരു ഗൈഡ് ലൈനും അതുപോലെ തന്നെ ഡയറക്ഷനൊക്കെ കൊടുക്കുന്നു. ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇന്ന് ഞാനിവിടെ നിർത്തുകയാണ്. കുട്ടികൾ തിയറിയാണെന്ന് വിചാരിച്ച് ഇത് വിട്ടുകളയരുത്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 2 രീതിയിൽ നമുക്ക് ഉപകാരപ്രദമാണ്. ഒന്ന്, എക്സാമിനേഷന് തിയറി ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിക്കണം. 2, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഇനിയുള്ള, ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലായിട്ടേ ഉള്ളൂ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ IFRS ഒക്കെ നമ്മുടെ സിലബസിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട്. അപ്പോൾ ഇനിയുള്ള സമയങ്ങളിൽ കൃത്യമായിട്ടുള്ള ഒരു അവബോധം കുട്ടികൾക്ക് ഉണ്ടാവണം IFRSനെയും അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിനെയും പറ്റിയും. അപ്പോൾ അതിനുള്ളൊരു ബെനിഫിറ്റായിട്ട്, അല്ലെങ്കിൽ അതിന് ഉപകാരപ്പെടുന്ന രീതിയിൽ കൂടി കുട്ടികൾ ഇതിനെ കാണണം, നന്നായിട്ട് പഠിക്കണം. താങ്ക് യു വെരി മച്ച്.